ഗൈസ് ഇതാണ് അവളുടെ ഹെയർ കണ്ടു വെച്ചോളൂ. ഇനി എന്താവുമെന്ന് നമുക്ക് കാണാം. ബൊട്ടോക്സ് ചെയ്യാൻ പോണേന്. ഇവളാണ്ടോ താരം. പിന്നെ ഇവിടെ ഹെയർ നമ്മൾ കളർ ചെയ്യാനും ബൊട്ടോക്സ് ഒക്കെ ചെയ്യാൻ പോണേയാണ്. എന്തരോ ആവോ എന്തോ അറിയില്ല. അപ്പോൾ നമുക്ക് റിസൾട്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വീട്ടോ നമുക്ക് ആദ്യം വീട്ടിൽ എടുക്കാൻ സമയമില്ല. അപ്പോൾ നമ്മളിപ്പോൾ കയറുവാണ് ഗേൾസ് സലൂണിലേക്കാണ്. ഇതാണ് അവളുടെ ഹെയർ കണ്ടു വെച്ചോളൂ. ഇനി എന്താവുമെന്ന് നമുക്ക് കാണാം. ബൊട്ടോക്സ് ചെയ്യാൻ പോണേന്. ഭയങ്കര ഫ്രിസിയാണ്. പിന്നെ കളറും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെലൂൺ വന്നിട്ട് ചെമ്പുമുക്ക് പള്ളി, കാക്കനാട് ചെമ്പുമുക്ക് പള്ളിയുടെ അടുത്ത് തന്നെയായിട്ട് സെലൂൺ വരുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ 11 മണിക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കളർ ചെയ്യണം, ബൊട്ടോക്സ് ചെയ്യണം, എല്ലാം കൂടി തീരുമ്പോഴേക്കും രാവിലെ തുടങ്ങിയാലാണ് രാത്രി ആകുമ്പോഴെങ്കിലും തീരുള്ളൂ ഗൈസ്. അതുകൊണ്ട് രാവിലെ തന്നെ വന്നായിരുന്നു. പിന്നെ ഗൈസ് ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കണത് അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് കേട്ടോ ഇനി ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇനി മൊത്തം വോയിസ് ഓവർ ആയിരിക്കും ഗൈസ്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ലോണം തന്നെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ചയും കൂടിയായിരുന്നു. അപ്പോൾ സോനയ്ക്ക് ഭയങ്കരമായിട്ട് ഹെയർ കളർ എങ്ങനത്തെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇറിച്ച് നിൽക്കണം. എവിടെ നോക്കിയാലും സോനയുടെ മുടിയായിരിക്കും ആദ്യം കാണുന്നത്. അതുപോലെ ഇറിച്ച് നിൽക്കുന്ന ബ്രൈറ്റ് ആയിട്ടുള്ള കളറായിരുന്നു അവൾക്ക് വേണ്ടത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഏത് കളറാണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തന്നു, ഇന്ന കളറൊക്കെ മതി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ പിന്നെ ബൊട്ടോക്സ് കൂടി ചെയ്യുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ലൈറ്റ് കളർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൊട്ടോക്സ് ചെയ്യുമ്പോൾ പിന്നെ ഫെയ്ഡായി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നെ സജസ്റ്റ് ചെയ്ത ഒരു കളറാണ് നമ്മൾ താഴെ ഓംബ്രേ കളറും പിന്നെ ഹൈലൈറ്റ് ആയിട്ട് ഹോട്ട് ചോക്ലേറ്റ് കളറുമാണ് ചേർത്തത്. എന്നിട്ട് നമ്മൾ ഹെയർ ആദ്യം തന്നെ ഹെയർ വാഷ് ചെയ്തു. അതിനുശേഷം ഹെയർ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തുവിട്ട് അവൾക്ക് കൂടുതൽ മാച്ച് ആവണത് ഇങ്ങനെ സ്ട്രെയിറ്റ് കട്ടൊക്കെയാണ്. കുറച്ചും കൂടി നല്ലത് അവൾക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് കട്ടൊക്കെ ചെയ്യണം കേട്ടോ. അവൾ ആദ്യം സ്മൂത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിലൊക്കെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ സ്മൂത്തനിങ് ഒക്കെ പോയി, അതിൻ്റെ എഫക്റ്റ് ഒക്കെ പോയി. പിന്നെ മുടി ജസ്റ്റ് ഒന്ന് ലെയർ കട്ടൊക്കെ ചെയ്തു. പക്ഷേ അതിനേക്കാൾ നല്ലത് അവൾക്ക് ഇങ്ങനെ ഈ ഹെയർ ഇങ്ങനെ സ്ട്രെയിറ്റ് കട്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇവ മാത്രമേ ഉണ്ടായുള്ളൂ ആ ഒരു ടൈം പാസ് ആയിട്ട്. ഈ മീനിലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ ദൈവമേ. എന്താണെന്ന് വെച്ചാൽ രാവിലെ മുതൽ രാത്രി വരെ ഞാൻ ഇവനെ തന്നെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കട്ടൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ കളർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഹെയർ കളർ ഇങ്ങനെ കാണാൻ പെട്ടെന്നൊക്കെ തീരുന്നുണ്ട്. പക്ഷെ കുറേ നേരം എടുത്ത് പതിയാണ് കേട്ടോ അവർ ചെയ്തത്. പിന്നെ ഈ പാർലറിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, മെയിനായിട്ടുള്ളൊരു നല്ലൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് എല്ലാം ചെയ്ത് തരണം കേട്ടോ. ഓരോ ചെറിയ മുടിയും എല്ലാം എടുത്ത് കറക്റ്റാണോ അല്ലെങ്കിൽ മുടിക്ക് എല്ലായിടത്തും ആയോ എല്ലാം നോക്കി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അവർ പൊക്കി പറയണല്ല, പക്ഷെ കാര്യമായിട്ട് അവർ അങ്ങനെയാണ് ചെയ്ത് തരുന്നത്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു കുറേ കസ്റ്റമേഴ്സ് ഉണ്ടായിട്ടോ. അത്യാവശ്യം ഒരു ചെറിയൊരു പാർലറാണ്, പക്ഷെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അവർക്ക്. അത് ഈ ഡെഡിക്കേഷൻ കാരണമായിരിക്കും ഇങ്ങനെ കൂടുതൽ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറെ പണിയൊന്നും ഉണ്ടായില്ലല്ലോ. ഞാൻ ഇവിടെ ഓരോരുത്തരുടെയും എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണമായിരുന്നു. ഒരു കൊച്ചു പെർമനൻറ്റ് ബ്ലോഡറൊക്കെ ചെയ്ത് പോകണ്ടായിരുന്നു. അപ്പോൾ അതെ അവളുടെ മുടി ഇതേപോലെ വെച്ചേക്കാണ്. ഇനി അങ്ങോട്ട് ഒരു ഓവനിലും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എനിക്ക് ഇത് കണ്ടപ്പോൾ ഈ ചിക്കനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഫോയിൽ പേപ്പറൊക്കെ വെച്ച് വെക്കൂലേ, എനിക്ക് അതേപോലെയൊക്കെയാണ് തോന്നി ഗൈസ്. അപ്പോൾ ദേ ഇങ്ങനെ 45 മിനിറ്റ് ആണ്ടോ ഇരിക്കാൻ പറഞ്ഞത്. അപ്പം ഞാനോർത്ത് ദൈവമേ ഇനി 45 മിനിറ്റോ. അപ്പം ഞാൻ ആ ടൈമിൽ വിചാരിച്ചു ഇനി 45 മിനിറ്റ് ഇനി വെയിറ്റ് ചെയ്യണമെന്നായിരുന്നു. പക്ഷേ കിടക്കുമല്ലേ ടൈം. ഞാൻ അപ്പോൾ ഒന്നും വിചാരിച്ചില്ല ഇത്രയും നേരം ആവുമെന്ന്. നല്ലോണം ലേറ്റ് ആയിട്ടോ ഞങ്ങൾ പോയപ്പോൾ. 11 മണിക്ക് വന്നിട്ട് 8 മണി എങ്ങാണ്ടായപ്പോഴാണ് എല്ലാം തീർന്നത്. അപ്പോൾ അതിന് ശേഷം 45 മിനിറ്റിന് ശേഷം അവളുടെ ഹെയർ വാഷ് ചെയ്ത് എന്നിട്ട് ഇതേ ഉണക്കി കൊടുക്കണേണ് ഗൈസ്, ഡ്രയർ ചെയ്ത് കൊടുക്കണേണ്. അപ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു ആ കളർ വന്നായിരുന്നു കേട്ടോ. വേറെ ഒന്നും ചെയ്തില്ല. ഒരു ക്രീം തന്നെ ഇട്ടിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യാണ് ചെയ്തത്. ഹെയർ വാഷ് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു ആക്ടിവേറ്ററോ ഡെവലപ്പറോ എന്തൊക്കെയോ കൂടി ഇട്ടായിരുന്നു. എന്നിട്ട് ഒരു അരമണിക്കൂർ കൂടി കിടത്തിയിട്ടോളാം. എന്നിട്ടാണ് ഹെയർ വാഷ് ചെയ്തത്. അപ്പോൾ ഇതേപോലെയാണ് ഉണ്ടായിരുന്നത്. അതിന് ശേഷം നമ്മൾ ഇതെന്താ ചെയ്യണേന്ന് വെച്ചാൽ നമ്മൾ ബൊട്ടോക്സിൻ്റെ ക്രീം ഇടുക കേട്ടോ. ബൊട്ടോക്സിൻ്റെ ഒരു ബ്ലൂ കളർ ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അതെന്ത് ക്രീമാണെന്ന് എനിക്കറിയാൻ പാടില്ല. ബൊട്ടോക്സിൻ്റെ ക്രീം തന്നെ അതിട്ടു. അതപ്പോൾ എല്ലാവരും കൂടെ ഇട്ട് കൊടുക്കണതാണ്. അതും ഞാനിങ്ങനെ കുറേ നേരമൊക്കെ നോക്കി നിന്നു. നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര
എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇനി എന്തായിരിക്കും ആവാ. ഞാൻ എന്താ വെച്ചാൽ അവൾ ഇതുവരെയായിട്ടും ബൊട്ടോക്സ് ചെയ്തിട്ടില്ല. ബൊട്ടോക്സ് നല്ലതാണെന്ന് പറഞ്ഞും കേട്ടിട്ടുണ്ട്, നല്ല സംഭവമാണെന്ന്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എങ്ങനെയായിരിക്കും ഇനി ലാസ്റ്റ് റിസൾട്ട് എന്നുള്ളത്. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ എയർ ഒന്നും കയറാൻ പാടില്ല, അതുകൊണ്ട് നല്ലോണം ഫോൾഡ് ചെയ്ത് വെക്കും കേട്ടോ, ഇങ്ങനെ നല്ലോണം കവർ ചെയ്ത് വെക്കും. അത് കുറേ നേരം വെക്കും കേട്ടോ, ഒരു മണിക്കൂർ എങ്ങാണ്ട് വെക്കും, 1.5 മണിക്കൂർ വെക്കും. അതിന് ശേഷം അത് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നല്ലോണം സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. വന്നപ്പോൾ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലും അടിപൊളിയായിരുന്നു ഹെയർ കാണാനായിട്ട് കേട്ടോ. അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറച്ച് നേരം ലേറ്റ് ആയാലും അവളുടെ മുടി സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നിട്ട് ശരിക്കും ഇപ്പോൾ ഇങ്ങനെ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഹെയർ വാഷ് ചെയ്യരുത്, ഇത് ബൊട്ടോക്സ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ട്രീറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ പോയിക്കൊണ്ടിരിക്കും കുറേ ഹെയർ വാഷ് ചെയ്താൽ. അതുകൊണ്ട് ഹെയർ വാഷ് അധികം പാടില്ല. പിന്നെ പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബൊട്ടോക്സിൻ്റെ തന്നെ ഷാമ്പൂ ഒക്കെ ഉണ്ട്, പക്ഷെ അതും കണ്ടീഷണർ യൂസ് ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലോറിയയുടെ ഷാമ്പൂ ഒന്നും കുഴപ്പമില്ല. പിന്നെ ഡൗസ് മറ്റേ ക്ലിനിക് പ്ലസ്, സൺസിൽക്ക് അതൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കാനാണ് പ്രത്യേകം പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഇത് ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്, എനിക്കൊന്നും പറയാനില്ല, സൂപ്പർ ഡ്യൂപ്പർ ആയിരുന്നു. പിന്നെ ഇവിടെ മൺസൂൺ ഓഫേഴ്സ് ഉണ്ട്, ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബൊട്ടോക്സിന് ബിലോ 5,000 ആയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.